ഒരു ഭർത്താവ് പേരിന് ഭർത്താവ് ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ പേരിന് ഭാര്യ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവർ നമ്മളെ കൂടെ എല്ലാ കാലത്തും നിലനിൽക്കുമോ, നമുക്ക് വേണ്ടി പ്രയത്നിക്കുമോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ടെസ്റ്റ് നടത്തണം. ആ ടെസ്റ്റ് നടത്തുമ്പോൾ മനസ്സിലായി ഇവർ നമ്മളത് തിന്നിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ നമ്മളെ തിന്നിട്ട് ലാസ്റ്റ് നമ്മളെ പറ്റിക്കുന്നവരാണോ എന്നും മനസ്സിലാവും. ജോൺസച്ചായോ, ഇപ്പോഴെങ്ങനെയുണ്ട്? സന്തോഷമായോ? ആയിക്കോട്ടെ, ഇതൊന്നും സംഭവിക്കൂല കേട്ടോ. നിങ്ങളെ മരുമോൾ നിങ്ങളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് റെഡിയാലോ. ഞാനും നല്ല സന്തോഷത്തിലാണ്. വളരെ മോശമായ അവസ്ഥയിൽ നിന്നും അങ്ങനെ ആയല്ലോ. പേരെന്തായിരുന്നു? സിമി. സിമി. എന്തായിരുന്നു അച്ഛൻ്റെ ആദ്യത്തെ അവസ്ഥ? ആകെ ചീഞ്ഞ് നടക്കാൻ കൂടി പറ്റില്ല പപ്പയ്ക്ക്. ആ സ്ഥിതിയാലാവുമ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ല, അങ്ങനെ ഫസ്റ്റ് എങ്ങനെ, കാരണം എന്താ? ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. കാറ് വന്ന് തട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വരുമ്പോൾ ഉറക്കമില്ല, ഒന്നുമില്ല, കെട്ടി വെച്ചിട്ട് ഇരിക്കുമ്പോൾ. അതെത്ര വർഷം മുമ്പാണ്? അതല്ല, അത് കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി ആക്സിഡൻ്റ് ആയത്. മെയ് മാസം 21-ാം തീയതി വരെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പറഞ്ഞു ഇത് ഇവിടുത്തെ മുറിച്ചിട്ട് ഇവിടെ വെക്കണം എന്ന് പറഞ്ഞു, തൊലിയെടുത്തിട്ട് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയ്ക്ക് വേണ്ട, നമുക്ക് വേണ്ട. പിന്നെ ഏട്ടൻ പറഞ്ഞു, നിങ്ങൾ വൈദ്യരുടെ ഫേസ്ബുക്കിൽ കണ്ടു, ഏട്ടൻ പറഞ്ഞു ഇവിടേക്ക് പോയി നോക്കുമെന്ന് പറഞ്ഞു. അത് പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ആകെ ചീഞ്ഞിട്ട് ആകെ പപ്പയ്ക്ക് വയ്യ. എനിക്ക് ഓർമ്മയുണ്ട്, സ്റ്റാർട്ട് ചെയ്തു. മെയ് 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. പത്യം പിടിച്ചു, എന്നെ പറത്തി. ഇതേപോലെ ചെയ്ത കാരണം എല്ലാം മാറി. സിമി, ഈ രോഗം മാറിയത് ശരിക്കും ഞാൻ കാരണമല്ല കേട്ടോ. സിമിയുടെ ഭർത്താവിൻ്റെ അച്ഛന് നന്നായി പരിചയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളിൽ നിന്ന് അപൂർവമാണ്. ഭർത്താവിൻ്റെ അച്ഛനും നോക്കില്ല, സ്വന്തം അച്ഛനും നോക്കില്ല, പക്ഷെ നീ ഇദ്ദേഹത്തെ നന്നായിട്ട് പരിചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ മുറിവൊക്കെ ഉണങ്ങി സന്തോഷമായത്. ജോൺസച്ചായ, ഏതായാലും നിങ്ങളെ മരുമോള് ആവശ്യമാണ്. അൽഹംദുലില്ലാ. ഇനിയേ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഈ മുറിവുണ്ടാവില്ല കേട്ടോ. ആദ്യം ഉറപ്പിച്ചോളൂ. ഏതായാലും ഈ മോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇവിടെ ജോൺസൺ എന്ന പേരുള്ള ഒരാളുണ്ട്. ഇയാളുടെ അവസ്ഥ കഴിഞ്ഞ വർഷം മൂപ്പരെന്നെ കാണിക്കാൻ വേണ്ടി വന്നിരുന്നു. അവരുടെ കൂടെയുള്ളത് അവരുടെ മകൻ്റെ ഭാര്യയാണ്. ആ വരുന്ന സമയത്ത് ഇയാളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ വലത് കാല് മുറിക്കാനായ ഒരു സാഹചര്യം. അതായത്
കാലാകെ പഴുത്ത് വികൃതമായി എല്ല് പുറത്ത് കാണുന്ന ഒരു ദുരന്താവസ്ഥ. അവരൊരുപാട് ചികിത്സകൾ ചെയ്തു, ഒരുപാട് സർജറികൾ ചെയ്തു, ഒരു രക്ഷയില്ല, മുറിവ് ഉണങ്ങുന്നില്ല. അങ്ങനെയാണ് ഇവിടെ വന്നത്. അന്ന് ഈ മകൻ്റെ ഭാര്യ പറഞ്ഞത്, ഉസ്താദെ എങ്ങനെയും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം. ഞാൻ ചോദിച്ചത് നിങ്ങൾ കൃത്യമായിട്ട് ചികിത്സക്ക് വരുമെന്നാണ്. സാധാരണ ഈ സ്വന്തം മക്കൾ തന്നെ അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ ഉമ്മയും പാപ്പനെയും നോക്കുന്നൊരു കാലമല്ല ഇപ്പോൾ, വളരെ മോശമായൊരു കാലം. പക്ഷേ ഈ മകൻ്റെ ഭാര്യ പറഞ്ഞു, ഉസ്താദെ ഞാൻ നോക്കിക്കോളൂ, ഉസ്താദ് എന്താണോ പറയുന്നത് അതൊക്കെ ഞാൻ ചെയ്തോളാം. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, കാരണം ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാരെൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത്, ആരും കൃത്യമായിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷെ ഞാൻ പിന്നീട് കണ്ടത് എല്ലാ ആഴ്ചകളിലും ഈ സ്ത്രീ ഇദ്ദേഹത്തെയും കൊണ്ടുവരും, കൃത്യമായ ചികിത്സ. അങ്ങനെ കുറച്ച് നാൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. പിന്നീട് അങ്ങനെ 40 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെയാണ് അവർ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് വന്നപ്പോൾ ഞാൻ ആ കാല് കണ്ടിട്ട്, എത്രയോ ലക്ഷക്കണക്കിന് കാല് ചികിത്സിച്ച ഒരാളാണ്, പക്ഷേ എനിക്ക് ആ കാല് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം ആ മുറിച്ചു മാറ്റാനായ കാലിലെ ആ മുറിവ് പരിപൂർണമായിട്ടും ഉണങ്ങിയിരിക്കുന്നു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, ഈ കാലിലെ മുറിവ് ഉണങ്ങിയത് ഞാൻ കാരണമല്ല, നിങ്ങളുടെ പരിചരണം മൂലമാണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛന് നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. ഞാൻ മരുന്ന് വെച്ചതുകൊണ്ട് ഒരിക്കലും തന്നെ ഏതെങ്കിലും ഒരു മുറിവുണങ്ങാനോ രോഗം മാറാനോ യാതൊരു സാധ്യതയുമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കൂടെയുള്ള ആളുകൾ, അത് മകനാവാം, മകളാവാം, ഭാര്യയാവാം, ഭർത്താവാം, ഉമ്മയാവാം, ആരായാലും ശരി, ആ കൂടെയുള്ളവർക്ക് വേണ്ടി കൂടെയുള്ളവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ രോഗം മാറൂ. അപ്പോൾ നിങ്ങളും ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഇതേപോലെ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്കിത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഒരു ഉമ്മ, അവരുടെ കൂടെ മക്കളില്ല, അവർക്ക് മക്കളില്ല എന്നാണ് പറഞ്ഞത്, ആരുമില്ല. ആ ഉമ്മയും ഉമ്മയുടെ ഭർത്താവും അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീയാണ് വന്നത്. അയാളുടെ കാലും ഇതുപോലെ മുറിക്കാനായ ഒരു സാഹചര്യമാണ്. ഞാൻ ചോദിച്ചത്, നിങ്ങൾ കൃത്യമായിട്ട് വരുമോ? വരികയാണെങ്കിൽ മുറിവുണങ്ങാനുള്ള വഴിയുണ്ട്. ആ ഉമ്മ ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞത് നോമ്പാണ് എന്നാണ്. അതായത് നോമ്പായ പിന്നെ വരാൻ പറ്റില്ല. ഞാൻ ആ ഉമ്മാനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കോന്നാണ്. കാരണം അവരെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. ഒരിക്കലും ഉമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാനങ്ങനെ പറയുമെന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞാലും അതേ ഉമ്മ പറഞ്ഞില്ല, ഞാൻ കൃത്യമായിട്ട് വരാം. അങ്ങനെയാണ് പിന്നീട് ഞാൻ അവർക്ക് മരുന്ന് വെച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് രോഗത്തെയും മാറ്റിയെടുക്കാനുള്ള സംവിധാനം ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ പടച്ചവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇന്ന് നമുക്കറിയാലോ, ഇതൊരു ആധുനിക കാലഘട്ടമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഏത് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല മോഡേൺ മെഡിസിൻ ഉണ്ട്. അതായത് ഇംഗ്ലീഷ് മരുന്ന്, നല്ല ചികിത്സകളുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ അത് മാറും. പക്ഷേ എന്നിട്ടും മാറുന്നില്ലെങ്കിൽ അപ്പോഴും നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ രോഗം മാറാനുള്ള ഒരു സംവിധാനം പടച്ചോ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ എത്തണമെന്ന് മാത്രം. എത്തിയാലും പോരാ, അത് കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ രോഗം മാറും. ഇതെൻ്റെ എല്ലാ ദിവസവുമുള്ള ജീവിത അനുഭവമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ആലോചിക്കുക, ഈ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. ചില ആളുകൾ ഇങ്ങനെ കുറേ സമയം ഇരിക്കുമ്പോൾ തോന്നും, നമ്മളിത് രാവിലെ വന്ന് കാത്തു കെട്ടി ഇരിക്കുകയാണ്, എന്താ സ്ഥിതി, ഇത് വൈകുന്നേരം ആവും, രാത്രിയാവും എന്നൊക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ മുഴുവൻ അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും വേറെ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ മക്കൾക്ക്, അല്ലെങ്കിൽ ഭർത്താവിന്, അല്ലെങ്കിൽ വീട്ടുകാർക്ക്. ഇങ്ങനെയാണ് നിങ്ങൾ ജീവിതം മുഴുവൻ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് കാത്തു കെട്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഇരുന്ന് പണിയെടുത്തത്. പക്ഷെ നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടോ? നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് അതിനൊന്നും സമയമില്ലാന്ന്. നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ നോക്കാനുള്ള കഷ്ടപ്പാടിലും തന്ത്രപ്പാടിലും ഓടുകയാണല്ലോ. എന്നിട്ട് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഭാര്യനെയും മക്കളെയും ഭർത്താവിനെയൊക്കെ കെട്ടിപ്പിടിച്ച് പോറ്റി ആറ്റി നോറ്റി എല്ലാം ചെയ്തു കൊടുത്ത്
എന്നിട്ട് അവസാനം നിങ്ങളെന്ത് നേടി? നിങ്ങൾ ആലോചിക്കണ്ടേ? അവസാന കാലഘട്ടത്തിൽ വയസ്സാകുന്ന സമയത്ത് രോഗങ്ങളൊക്കെ ബാധിച്ച് നഷ്ടപ്പെട്ടു പോവുകയാണ് ജീവിതം. അങ്ങനെ ആവരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവനവന് ജീവിക്കാനുള്ള സംവിധാനം അവനവൻ ഉണ്ടാക്കും വേണം. അവനവൻ്റെ ശരീരത്തിനും മനസ്സിനും സന്തോഷം കിട്ടുന്ന കാര്യങ്ങളും ചെയ്യണം. രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെയും കാത്തു നിൽക്കാണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് രോഗമൊക്കെ മാറി വീണ്ടും നല്ല ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരണം. സമയമാകുമ്പോൾ മരിച്ചോളൂ. ഒരു ദിവസം എന്തായാലും മരിക്കുമല്ലോ. പക്ഷെ ഈ മരിക്കുന്നതിന് മുമ്പേ ജീവിക്കുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് നമുക്കിടയിൽ. നമ്മൾ ജീവിക്കുക തന്നെ വേണം. ഇദ്ദേഹത്തോട് ഇയാൾക്ക് ഈ കാലൊക്കെ മുറിച്ച് മോശമായ സ്ഥിതിയിലാണ് ഇയാൾ വന്നത്. ഞാൻ ഇയാളോട് ചോദിച്ചത് നിങ്ങൾ കൃത്യമായിട്ട് വരുമെന്നാണ്. അയാൾ ആ മകളുടെ മുഖത്തേക്ക്, മകൻ്റെ ഭാര്യയാണ്, ആ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആ കുട്ടി വളരെ പെട്ടെന്ന് ഞാൻ നോക്കിക്കൊള്ളുന്നു. അങ്ങനെ ആയിരിക്കണം നമ്മളെപ്പോഴും. വയസ്സാകുമ്പോൾ നമ്മൾ നിസ്സാരമായി പോകും. അപ്പോൾ നമ്മളെന്ന് വേണം, നമ്മൾ വളർത്തുന്ന മക്കൾ, അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന ഭർത്താവ്, അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന ഭാര്യ, ഇവരൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്ന ആണോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. ഒരു ഭർത്താവ് പേരിന് ഭർത്താവ് ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ പേരിന് ഭാര്യ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇവർ നമ്മളെ കൂടെ എല്ലാ കാലത്തും നിലനിൽക്കുമോ, നമുക്ക് വേണ്ടി പ്രയത്നിക്കുമോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ടെസ്റ്റ് നടത്തണം. ആ ടെസ്റ്റ് നടത്തുമ്പോൾ മനസ്സിലായി ഇവർ നമ്മൾ തിന്നിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ നമ്മളെ തിന്നിട്ട് ലാസ്റ്റ് നമ്മളെ പറ്റിക്കുന്നവരാണോ എന്നും മനസ്സിലാവും. അതുകൊണ്ട് എന്തായാലും ശ്രദ്ധിക്കട്ടോ. ഇതുപോലുള്ള നല്ല നന്മയുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആയിട്ട് മാറാൻ നമ്മൾ ഓരോരുത്തരും സദാസമയം ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അച്ചായ, എന്നാൽ ശരി, നമ്മളെ ഭർത്താവിനോട് പറയട്ടോ, അന്വേഷണം പറയട്ടോ. നിങ്ങളെ പേരെന്തായിരുന്നു? അജീഷ്. ഇപ്പം എങ്ങനെയുണ്ട് പോകുന്നത്? ഞാനുണ്ടായിരുന്നില്ല ഇത് സംഭവം നടക്കുമ്പോൾ. ഞാനും ഞങ്ങൾ ദുബായിലാണ്. ഞാൻ ഇപ്പോൾ ലീവിന് വന്നതാണ്. ഈ അവസ്ഥ ആദ്യം കാണുമ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ കൂടുന്നത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മാറുന്നു കണ്ടപ്പോൾ ഏട്ടൻ്റെ വൈഫ് ഏട്ടി നന്നായി നോക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അത് നല്ല ഗുണം മനസ്സിലാവും. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം നോക്കി ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഇവിടെ ഞാൻ എത്ര പെണ്ണുങ്ങളെ കാണുന്നതാണല്ലോ, ഒന്നും നോക്കാറില്ല. അപ്പം അങ്ങനെയൊന്നുമല്ല, ഏട്ടി നന്നായിട്ട് തന്നെ വീട് നോക്കുന്നുണ്ട്, അച്ഛനെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. ഞാനെപ്പോഴും ഇവരിട്ട് പറയൂ, നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ളൊരു സ്ത്രീ കേട്ടോ. എനിക്കിവരെ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. കാരണം ഇവർ എപ്പോഴും ഒരു നല്ല സ്നേഹത്തോടു കൂടിയാണ് അയാളോട് പെരുമാറിയിട്ടുള്ളത്. എന്നാൽ ശരി മോനെ കേട്ടോ, ചേട്ടനോട് പറയൂ കേട്ടോ.